Hello Makalai, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband Vasu. வணக்கம். ஓகே, பார்ட் 1 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன்ல லிங்க் ஷேர் பண்றோம், போய் பாருங்க. இப்போ பார்ட் 2 குள்ள போயிடலாம். പോവാ സാറേ. അവനെ ഫുൾ ടെൻഷൻ മൂഡിൽ പോയിട്ട് இருக்கான். സാറേ എന്ത് മോഹം മാടിയിരിക്കുന്നേ? ഒന്നുമില്ലടോ, നമുക്ക് ആ പാലം പണിയുന്ന സ്ഥലം വരെ ഒന്ന് പോയാലോ? അതിനെന്താ സാറേ, ദാണ്ടെ നേരെ പോയാൽ മതി, ഇവിടെ അടുത്ത് തന്നെ. എന്നാ പോവാ സാറേ. ആ. അതാണ് ആമിനാന്റെ ഉപ്പൂപ്പ. இங்கதான் பிரிட்ஜ் கட்ட போறாங்க ஒருவேளை. ഈ ഗേറ്റ് തുടങ്ങിയ കാലം മുതൽ ഇയാളാണ് ഇവിടുത്തെ ഗേറ്റ് കീപ്പർ. ദാണ്ടെ ഈ ഗേറ്റിന്റെ ഉടമസ്ഥനെന്നാ വിചാരം. ഇക്ക എന്തുണ്ട്? നമ്മളെ പുതിയ പാലം പണി വന്ന എഞ്ചിനീയറാ. ഇങ്ങോട്ട് ഇരിക്കാം സർ. ഈ ട്രാക്കില് വെച്ചിട്ടിരിക്കാൻ ഈ സമയത്ത് വണ്ടിയൊന്നുമില്ല. അല്ലെങ്കിൽ വേണ്ട, അകത്തോട്ടിരിക്കാം. അതെ, ഞാൻ ഇവിടെ ഇരിക്കാമെന്നല്ല. ഇയാളിത് എന്താണ്? അതവിടെ അങ്ങനെ വെച്ചിട്ട് പോയി ഇരിക്കാൻ പറ. വെറുതെ മനുഷ്യൻ വേണ്ട വേണ്ട, ബെഞ്ച് വേണ്ട. இப்ப ஜீப் മര്യാദയില്ലാതെ ജീപ്പ് ട്രാക്കിലിട്ടിട്ട് ന്യായം പറയാം. அங்க வந்தியா? எங்க தான் காமிச்சிட்டு இருக்காங்க பாலத்தை? ഒരു കട്ടൻ എടുക്കട്ടെ? വേണ്ട സാറേ, ഇതൊരു വോട്ട് ബാങ്കാണ്. ഒരു 10-15 വോട്ടർമാരുണ്ടാവും. കണക്കെടുക്കുമ്പോ ആക്കൊന്ന് 10,000 കൊടുത്താ 10 കോടി. കപ്പലോട്ടിക്കാം, തുറമുഖമുണ്ടാക്കാം, അവരെ ബഡ്ജറ്റ് കാര്യം നടക്കുകയും ചെയ്യും, പേരും കിട്ടും. ഓനച്ചം വെറും ഡമ്മിയ. ഇതൊക്കെ പാർട്ടിയിലെ തലമൂത്തമാരെ പ്ലേയാ സാറേ. ஆஹா. ഇതൊക്കെ നമ്മളെ ചെക്കന്മാരാ സാറേ. എന്തൊക്കെയാ സാറേ പ്ലാൻ? അല്ല, സാർ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, വരും 2-3 അസിസ്റ്റൻസ് ഉണ്ടാവും. സാറേ, ഒരു ചായ കുടിക്കുന്നോ? നമ്മളെ പാപ്പന്റെ കടയാ. അയ്യോ വേണ്ട, ഞാൻ ഇവിടുത്തെ ഒരു ചായ കുടിച്ചതാ. നല്ല ചായ. ഹലോ, സുഖല്ലേ? കൊള്ളാം. ഒന്നിന്റെ വിളിച്ചിരുന്നു. നാളെ ഉച്ചയ്ക്ക് ശേഷം പോണം കേട്ടാ. എത്ര എണ്ണം വേണം? ഒരു 4 കവർ എടുത്തോ. ഞാൻ പോവാ. ഇഞ്ച വണ്ടി വെയിറ്റ് ചെയ്യുന്നു. ലാലിച്ച, ഓ സാറ് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്തിനാ? ഇല്ല, ഒന്നുമില്ല. നാളെ കാണാം. ആ പയ്യനോട് എന്തെടുക്ക? അവനൊരു വലിയ സംഭവം സാർ. അത് മനസ്സിലായി. താൻ ചെറിയ സംഭവമാക്കി പറഞ്ഞാ മതി. സാറേ, മുമ്പുണ്ടായിരുന്ന ഗണപതി സാർ തുടങ്ങി വെച്ചതാ ഗപ്പിയെ വളർത്തൽ. ஓ, വലിയ വരുമാനം ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് നിർത്തി. പക്ഷേ സിറ്റിയില് കൊതുക് ശല്യം കൂടിയതോടെ ഗപ്പിക്ക് ആവശ്യക്കാരും കൂടി. ഒരു ദിവസം ഞാനിത് നമ്മുടെ പാപ്പന്റെ ചായക്കടയിരുന്ന് പറഞ്ഞ് അതോടെ ആ ചെക്കന ഓടയിൽ കൃഷി തുടങ്ങിയില്ലേ, ഗപ്പി കൃഷിയെ. മിടുക്കനാ സാറേ. அது வளர்க்கறதே ஒரு இதா business. അതല്ലേ, ഈ മീൻ പിടിക്കാനും മീൻ വളർത്താനും തുടങ്ങിയതോടെ അവന്റെ പേര് എല്ലാരും ഗപ്പി നങ്ങിട്ട്. ரைட். അവന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ സാറേ. അവന്റെ അച്ഛയും പണ്ട് കടലിൽ പണിക്ക് പോവായിരുന്നു. ഒരു ദിവസം പണിക്ക് പോയിട്ട് തിരിച്ചു വന്നത് ഡെഡ് ബോഡി ആയിട്ടാണ്. അതോടെ അവന്റെ തള്ളയ്ക്ക് സ്ട്രോക്കും വന്ന് 2 കാലും തള്ളം. പിന്നെ അവന്റെ തള്ളയ്ക്ക് അവനെ കടലിൽ വിടാൻ പേടിയാ. ചെറുക്കം പെട്ടില്ലേ. അപ്പൊ ട്രാജഡി ആണല്ലേ? പാവോ? അവനോ? അതെ സാറേ, പാവാ. അവനപ്പൊ പഞ്ചായത്തായിട്ട് യാതൊരു ഡീലും ഇല്ല അല്ലേ? എവിടെ ഒക്കെ ഞാനല്ലേ. കൃഷ്ണ സാറിന് കുഴപ്പമില്ല. എന്റെ സാറേ, ഞാനേ ഗപ്പി ജോഡിക്ക് 3 രൂപ വെച്ച് അവന് കൊടുക്കും. എത്ര? 2 രൂപ വെച്ച്. എത്ര? എന്റെ സാറേ, 1.5 രൂപ ഞാനും എടുക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ദൈവമേ, 4 പിള്ളേരാണ് സാറേ. സാറേ, ആരോടും പറയല്ലേ. ഇല്ല. அட பயங்கரா. அவர் மைண்ட் மாறிடுச்சுன்னு நினைக்கிறேன். ஆனா இவனுங்க சும்மா இருக்க மாட்டானுங்களே. சின்ன பசங்க தானே. ഇനിയും പോണം. எங்கடா போறீங்கடே? ശബ്ദം കേൾക്കാൻ പറ്റൂ. അക്കം നീ ഔട്ടാ ഇങ്ങോട്ട് താള ചെക്ക ഇരുട്ടി കുത്തിരിക്കാണ്ട് മക്കള് വീട്ടിൽ പോകും. അവനെ വീട്ടിൽ പിടിച്ചാൽ മതിയായിരുന്നു. പോയാ ആ പടമൊന്നും മനസ്സിൽ പതിപ്പിക്കാനും പറ്റിയില്ല. രാജ്യത്തായിരിക്കണോ? താൻ അടിക്കുമല്ലോ അല്ലേ? കഴിക്കൂ സാറേ. ഓ സാറേ, നമ്മളെ ഓനച്ചൻ വന്നിട്ടുണ്ട്. വിളിക്കട്ടാ? എവിടെ വിളിക്ക്?
ഒനച്ചോ ഓ വാ. ഓണിച്ചോ അയ്യോ സാറേ എന്റെ അടുത്ത് ക്ഷമിക്കണം സാറേ. അന്ന് അറിയാതൊരു അബദ്ധം പറ്റിപ്പോയതാ സാറേ. ഇനി ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കൂല. ഞാൻ ഇരിക്കാം. എന്റെ അടുത്ത് ക്ഷമിച്ചെന്ന് പറ, അല്ലെങ്കിൽ ഇത് മൊത്തവും കുടിച്ച് കുപ്പിയും തിന്നും. ഓലച്ചാ ഞാനിവിടെ ഒരു പാലം പണിയാൻ വന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിങ്ങളെ പോലുള്ള പൊളിറ്റീഷ്യൻസിന്റെ സഹായം വേണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത്. ഹലോ, ഒരു മിനിറ്റ്. എടോ ലാലിച്ച, താൻ കേട്ടോ എന്ത്? എന്നെ പൊളിറ്റീഷ്യൻ ചെറുപ്പം മുതൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ വിളിയൊന്ന് കേൾക്കാൻ. കൊള്ളാം. ദാ, ഇത് നോക്കി കൊതിവിട്ടിരുന്നോ? പഞ്ചാറ് ഉറങ്ങിയില്ലേ? നോക്കിയിരിക്കത്തേ ഉള്ളൂ. സാറ് വരാൻ താമസിക്കും. നോക്കിയിരുന്നോ? 90 കഴിക്കും. ചിന്നപ്പാ, അതെ, സാറ് വരാൻ ലേറ്റാ. നമുക്ക് 2 അടിച്ചിട്ട് വെള്ളം ചേർത്തങ്ങ് முடிச்சிட போறானுங்க. എന്താ പണ്ടേ മിടുക്കനാണല്ലേ? അതെ, അവർക്ക് தெரியாது. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അഴിമതി വീരൻ. ഒനച്ച 4 പിള്ളേർ. அட யாருப்பா நீ? അതാണ് താനിത് എപ്പോഴും പറയുന്നുണ്ടല്ലോ. ഇനി ഇത് പുറത്തു പറഞ്ഞാൽ ഈ 4-1 തന്റെ അല്ലെന്ന് ഞാൻ പൊതുജനങ്ങളെ നിസ്സംശയം പറയും. கோச்சி ராவா குடிச்சிட்டு இருக்காரு. தண்ணி மிக்ஸ் பண்ணி வச்சிட்டு இருக்காங்க பாருங்க. തൊണ്ടക്കുഴി കീറി. വനിത ക്രിസ്മസ് വെൽക്കം. அவங்க 4 பேர் இதை எட்டி பார்த்துட்டு இருந்தானுங்களா, அப்பவே டவுட் இவனுங்க. റെയിൽവേ ഓവർ ബ്രിഡ്ജ് தான். கரெக்டா? ഇവിടെ അല്ലേ? പിന്നെ 4 ആൾക്ക് ഓരോ കട്ടൻ എടുക്കട്ടെ. കുറച്ചുകൂടെ കട്ടൻ എടുത്താലോ? എടുത്തോളൂ. ഇതും കൂടെ കൂട്ടി, ഇത് 5ാമത്തെ കട്ടണ. അയാളുടെ ചിരിയൊക്കെ കാണുമ്പോ പെണ്ണുങ്ങളോടുള്ള താല്പര്യം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. എന്താ സാറേ? ഏയ് ഒന്നുമില്ല. അഴുക്ക് ചാലല്ലേ? ഇവിടെ എന്തിനാ സാറേ അഴുക്ക് ചാല്? പിന്നെ എന്തിനാ ചാല്? സാറേ ഇത് പഞ്ചായത്ത് ഉണ്ടാക്കിയ സാറേ. ആഹാ. ഇവിടെയൊക്കെ മഴ പെയ്ത പെട്ടെന്ന് വെള്ളം. பத்தியா? அது இது இல்ல, சாக்கடை தண்ணி இல்ல. ഇത് വെള്ളം കയറുമ്പോ ഇതിങ്ങനെ തടഞ്ഞു നിർത്തിയ ടെൻഷൻ അടിക്കണ്ട സാറേ, ഇത് നമ്മുടെ സ്ഥലമല്ലേ. ഈശ്വര കാര്യം ചെയ്യുന്നില്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ കാര്യം? എന്താ ബാബാ? ഒന്നുമില്ലടാ, സാറ് ഓടാൻ വന്നതാ. പോടേക്കെ. ചെക്കന്നിട്ട് മിണ്ടരുത്, കൊല്ലും ഞാൻ. അവന്റെ മസിൽ കണ്ട. നിന്റെ പ്രായമാണോടാ എനിക്ക്? ഈശോയെ, അവനെന്നെ ഓടെ പിടിച്ച് മുക്കിയനെ. ഞാൻ പറഞ്ഞില്ലേ ഒരു കിളവൻ കുറച്ച് ഞരമ്പാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ, എന്ത് വേണം? എനിക്കൊരു മോളുണ്ട്. ഇപ്പൊ 12 വയസ്സായി. നിങ്ങൾക്ക് 12 വയസ്സുള്ള മോളോ? എന്റെ കൊച്ചുമോളാണ് ആമിന. അവള് കുഞ്ഞായിരിക്കുമ്പോ ബാപ്പയും ഉമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചു. അവളെ എഞ്ചിനീയർ ആക്കണം എന്നാണ് എന്റെ ആഗ്രഹം. സ്കൂൾ പഠിത്തം കഴിഞ്ഞാൽ എവിടെ ചേർക്കും? பேதியா சொல்லிட்டு இருக்கறேன். ഇത് ചോദിക്കാനായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു കാണിച്ചത്. ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമല്ലേ ചിരിക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് ചിരിച്ചതാ. ആമിന പഠിക്കോ നന്നായിട്ട്? ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കൂ. ഇത്രേ ഉള്ളൂ? അത് എത്രേ ഉള്ളൂ. ഇതൊക്കെ എനിക്കും അറിയാം. ഗേറ്റ് അടക്കാൻ നേരായി. எனக்கு தெரியும். இந்த மியூசிக் வரும்போதெல்லாம் he is lost in thoughts பா. ஃபிளாஷ்பேக் ஏதாச்சும் இருக்குன்னு நினைக்கிறேன். ഒരു കോപ്പും വേണ്ട. കേറിക്കോളൂ. അവർക്ക് വേണോ എന്തോ? ഏയ് അത് ശരിയാവില്ലടോ. ഒന്നുമില്ലല്ലോ, അവന്റെ പ്രായമെങ്കിലും ഓർക്കണ്ട. ഞാൻ അവനൊന്ന് കരയിക്കണം, കാല് പിടിപ്പിക്കണം. പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. താൻ വിളിക്കടോ. എവിടെ? ഹലോ സാറേ. ആ ലാലിച്ച എവിടെയുണ്ട്? ഞാൻ വീട്ടില് സാറേ. അവിടെ എന്താ? എന്റെ വീട്ടിലാ. ഓക്കെ ലാലിച്ച, സോറി. എന്താ സാറേ വിളിച്ചത്? അതെ ലാലി, നമ്മുടെ ആ ഗപ്പി വളർത്തുന്ന പയ്യനില്ലേ, ആ അവനൊരു മാസം എന്ത് വരുമാനം വരും? അത് സാറേ, അത് എന്റെ കണക്കിന് ഒരു 12,000 രൂപയാണ് സാറേ. എന്ത് സാറേ? ഓഫീസിൽ നിന്ന് അവന് ജോഡിക്ക് എത്ര രൂപ വെച്ചിട്ടാ കൊടുക്കുന്നത്? 3 രൂപ സാറേ. അതിൽ 1 രൂപ ഞാനങ്ങ് എടുക്കാം. എന്റെ ദൈവമേ, 4 പിള്ളേരല്ലേ സാറേ.
ആ തന്റെ വീതം കിട്ടാതൊന്നും പുറത്തു പോയാലെന്ന് എനിക്കറിയാം. ഓ അങ്ങനെ. ആ അത് ലാലിച്ച, താൻ ആ പയ്യനോട് പറയും ജോഡിക്ക് 50 പൈസ വെച്ച് ഇനി ഓഫീസിൽ നിന്ന് തരാൻ പറ്റത്തുള്ളൂ. എന്ത് സാറേ? അയ്യോ വളരെ കുറഞ്ഞു പോകില്ല സാറേ 50 പൈസ. അതൊന്നും കുഴപ്പമില്ല, താനങ്ങ് പറഞ്ഞാൽ മതി. ഡേയ്, സാധാരണ കൃഷ്ണൻ സാർ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇടപെടാത്തതാണ്. അതിന് താൻ കൃഷ്ണ സാറിനെ നേരിട്ട് കണ്ടോ? അതെങ്ങനെ? നേരെ വെളുത്തപ്പോഴേ ഞാൻ ഇനി വന്നില്ലേ? എങ്കിൽ അയാളോടൊന്ന് പറഞ്ഞേക്ക് ഈ വിലക്ക് തരാൻ പറ്റില്ല എന്ന്. ആ വിലക്ക് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോ അവന്റെ ഗപ്പി കൃഷി നിർത്തിക്കോളാൻ പറ. നമുക്കിനി അവനോട്ട് കച്ചവടം വേണ്ട. അല്ല കൃഷ്ണ? അതെ, എന്നാലും ഇതിന്റെ പിന്നിൽ ഇയാളായിരുന്നു. അയ്യോ സാറേ, അത് നിർത്തിയ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഈ ഗപ്പിയെ വേണമെന്ന് പറഞ്ഞ്. അവരോടൊക്കെ നമ്മൾ എന്ത് പറയും? അല്ല, ഒരു TV ചാനൽ വരെ ഗപ്പി കൃഷിയെ പറ്റി ഒരു ഫീച്ചർ വന്നതാ. കൊടുക്കാന്ന് പറ. ഇത്രയും ചെറിയൊരു മീനല്ലേ? എങ്ങനെയാ സാറേ? ഒരു പാലം പണിയാൻ വന്ന എനിക്ക് 10 അടി നീളമുള്ള കുളം ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ടോ? കടല് പോലൊരു കുളം ഉണ്ടാക്കി അത് നേരെ ഗപ്പിയിട്ട് തരും ഞാൻ. ഫുൾ ചെലവ് എന്റെ വെക്കാം. വരണം, ഇത് വരണം. ഇതിനൊക്കെ കാരണം നീ ഒരുത്തനാ. ഞാനോ? അല്ലടാ ഞാൻ. എടാ പിള്ളേരെ പോലെ പെരുമാറണം. നീ ആരുന്നാ നിന്റെ വിചാരം? വെറുതെ നിർന്ന അയാളെ മറ്റടുത്ത് ചുണ്ണാമ്പ് വാരി വെച്ചിട്ട്. മനസ്സിലായില്ല, വ്യക്തമായിട്ട് പറയൂ. അയ്യേ, അത് ഞാനല്ലേ ഇവന്റിക്കാണ്. ഇനി വേറെ നിവൃത്തിയൊന്നുമില്ല. ഈ വിലയ്ക്ക് സമ്മതിച്ചെന്ന് നീ കൃഷ്ണ സാറിനടുത്ത് പറഞ്ഞേരെ. പറയണം. പറ്റുമെങ്കിൽ ആ ഇന്ത്യൻ സാറടുത്ത് പോയി ക്ഷമ പറഞ്ഞേരെ. അയാൾക്കുള്ള പണി ഞാൻ വരെ വെച്ചിട്ടുണ്ട്. എന്നാ പോയി വെക്കടാ, അയാളങ്ങ് നിന്നേരും. നാട്ടെ, അയാൾ പാലം പണിഞ്ഞിട്ട് പോണവരെ മിണ്ടരുത്. ഇവനൊന്നും ഒന്നും പോകാനില്ല. എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ നിനക്കും എനിക്കേ ഉള്ളൂ. ഡേയ്, നീ നിന്റെ കാര്യം ആലോചിക്കണ്ടേ? എന്റെ കാര്യം ഒന്ന് ആലോചിക്കടേ. ഒന്ന് നിർത്തണ ലാലിച്ച, എത്ര കിട്ടിയാലും. കൃഷ്ണ സാർ അവിടെ ഉണ്ട്. സാറാ ഈ അപ്രോച്ച് റോഡിന്റെ അളവെടുക്കുന്നിടത്തുണ്ടാവും. നേരെ പോയാൽ മതി, വഴി കാണും. ഇന്ത്യൻ സാർ വിട്ടു. പാപ്പോയി ഒന്ന് വാടാ. എല്ലാരും വരികയാണെങ്കിൽ വരാം. പോയി ആ സാറിനോട് മാപ്പ് പറഞ്ഞേക്ക്. പോടാ. இவனை கேட்பான்னு நினைக்கிறேன். ഞാൻ പോയി മാപ്പ് പറഞ്ഞിട്ടരാ. இன்னும் அதிகமாக தான் போகுதுன்னு தோணுது. അവന്റെ പോക്ക് കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ. അവൻ മാപ്പ് പറയാൻ തന്നെയാണ് പോന്നേ. അത് തല്ലാനോ? പോയിട്ട് വരട്ടെ. அவனுக்கு டவுட் வந்துருச்சு அவனுக்கு. ഇതാടാ அட போய் സാറേ, ടയറ് ഈ സൈഡും ഇല്ല സാറേ. இது இவன் பண்ணலையோ? இவனுமே பாக்குறான். இவன் பண்ணல. இருக்கலாம், வந்து நின்னா டயர் பஞ்சரா இருக்கு. அவன் பண்ணல தான் நினைக்கிறேன். സാറേ, போச்சு. போச்சு. ஐயோ. ஐயோ, இவன் எதே தோக்குறான்பா. ஐயோ, இந்த 8 வரைக்கும் போறான்னு நினைக்கிறேன். போச்சு. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക്? ഇതൊരു ചെറിയ മാറ്റർ അല്ലാന്ന്. ആരെങ്കിലും കണ്ടോടോ? ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. எனக்கு தெரியும், இந்த இடத்துக்கு போனா பெரிய பிரச்சனை தான் பண்ண போறானுங்க. വാടാ, നമുക്ക് ആശുപത്രി പോയിട്ട് വരാം. എന്താടാ, എന്ത് പറ്റി? പാപ്പ, ഞങ്ങളിങ്ങനെ മാപ്പൊക്കെ പറഞ്ഞു വരുന്ന വഴിയാ. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഒരു ഓർമ്മിച്ച് കൊടുത്തന്നാ പോക്കും. എന്തായാലും ഇത് അന്വേഷിച്ചാൽ പറ്റൂ. നമുക്ക് സംയുക്തമായിട്ട് അന്വേഷിക്കാം. ഇതിന്റെ തീരുമാനം என்ன டென்ட் கொட்ட அவங்க போட்டு வச்சிருந்தது? ആരാന്ന് ഞാനങ്ങനെ അറിയുന്നു? ഞാനിന്ന് രാവിലെ കാണുന്നു. കഷ്ടമായി പോയി. வேற யாரோ பண்றாங்கன்னு நினைக்கிறேன். തയ്യാറായ സ്ഥിതിക്ക് നിങ്ങൾ പൊക്കോളൂ. ഇനി ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ സാർ. എന്നാലും വല്ലാത്ത അവസ്ഥയായി പോയി. എനിക്കിവിടെ വേറെ ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. வேற யாரோ பண்றாங்க. ஃபுல்லா அந்த பசங்க மேல வந்து விழுது. ஜாஸ்தியா எரியற மாதிரி கட்டுறாங்க. பஞ்சர் கூட நான் கோயின்சிடென்ட்டோ நினைச்சேன். ஆனா எரிஞ்சதுக்கு அப்புறம் மேபி இது யாரோ ரொம்ப இன்டென்ஷனலா பண்ற மாதிரி தான் இருக்கு.
இன்ஸ்ட்ரக்ஷன் கொஞ்சம் வேற மாதிரி பண்ண போறாரோ. ഇങ്ങാർക്കിത് എന്തിന്റെ കേട്ടാ ഈ പാതിരാത്രി? ഹലോ സാർ. ഹലോ, കൃഷ്ണൻ സാർ ഉറക്കമായിരുന്നോ? ഏയ് ഒരിക്കലുമല്ല സാർ. ആരാ ഈ പാതിരാത്രി വിളിക്കുന്നേ? ആരാത്? നാട്ടിൽ നിന്ന് വൈഫ് വന്നിട്ടുണ്ടായിരുന്നു സാർ. അയ്യോ സോറി കൃഷ്ണൻ, എന്നാ നാളെ കാണാം. കുഴപ്പമില്ല പറഞ്ഞോളൂ സാർ. ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അതെ കൃഷ്ണ, ഈ റോഡിൽ മുഴുവൻ ഓട നിർമ്മിച്ചത് ഒരു ശരിയായ നടപടിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എനിക്കതിൽ തെറ്റൊന്നും തോന്നുന്നില്ല സാർ. പിന്നെ ഒരു നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളും പരിസരവും എല്ലാം കൊള്ളാവും സാർ. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസർ ഒരു മാന്യനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കേട്ടെടുത്തോളം അയാൾ ഒരു നല്ല മനുഷ്യനാണ്. തനിക്ക് ഇപ്പോഴാ പയ്യനോട് ഒരു സോഫ്റ്റ് കോൺട്രാക്ട് ഉണ്ടല്ലേ? ഏത് പയ്യൻ? ഗപ്പി. ഇല്ല സാർ, ഒരിക്കലുമില്ല സാർ. എനിക്ക് അവനോട് ദേഷ്യമാണ് സാർ, സത്യമായിട്ട് ദേഷ്യമാണ് സാർ. അന്ന് ആ പിള്ളേരെല്ലാം കൂടെ സാറിനെ റോട്ടിലിട്ട് എനിക്കത് ചിന്തിക്കാനേ വയ്യ സാർ. ആണോ? സത്യമായിട്ട്. എന്നാ നാളെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഗുഡ് നൈറ്റ് സാർ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. இவன் ஏதோ டிசைன் போட்டுருக்கான்பா. നിങ്ങൾ എന്തിനാ ഞാൻ ഭാര്യയാണെന്ന് പറയാൻ പോയെ? കൂടെ കിടക്കുന്നത് എന്റെ കുഞ്ഞമ്മയാന്ന് പറയാ. നീ എന്തിനാ എങ്ങനെ ചിരിക്കുന്നേ? ഞാനിങ്ങനെ ചിരിച്ചില്ല, നിങ്ങളുടെ ഫോണിൽ നിന്നായിരിക്കും. ഹലോ സാർ, സോറി സാർ. ഹലോ. ഇന്നലെ ഞാൻ താൻ അപ്പൊ കൂടെ നിന്ന് വൈഫില്ലേ? ചായ സുഖല്ലേ ലാലിച്ച? ലാലിച്ചൻ പോയിക്കോ. എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ? പാലം പണി കഴിഞ്ഞിട്ട് നമ്മളാ സാറേ സർപ്രൈസ് അല്ലേ? ഞാനും ഉണ്ട്. ഞാനാണോ താനാണോ വില്ലേജ് ഓഫീസർ? സാറ് തന്നെ. അപ്പൊ സർപ്രൈസ് ഞാൻ കേട്ടോളാം. ലാലിച്ചൻ ചെല്ല്. സർപ്രൈസ് കേൾക്കാൻ വന്നേക്കണം. അയാളോട് വിളിച്ചിട്ടുണ്ട്. ഹലോ ലാലിച്ച. ഞാൻ ഇപ്പൊ വരാം. മരുന്ന് അവിടെ വെച്ചണ്ടേ? കറങ്ങി നടന്നോടാ. മുഖവാകെ കരുവാളിച്ച ചില ചന്തപ്പിള്ളേരെ പോലായി. പാലം പണി കഴിഞ്ഞിട്ട് റോഡിന് ചില അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ലേ? അതെ. അതിന്റെ ഭാഗമായിട്ട് ആ സ്കൂളിന്റെ പിറകെ കൂടെയുള്ള വഴിക്ക് ഒന്ന് വീതി കൂട്ടണം. മാത്രമല്ല പാലം പണിക്കുള്ള മെറ്റീരിയൽസ് ഒക്കെ വരുന്ന ആ വഴിക്കാ. അപ്പൊ ആ റോഡിന് നല്ല ഉറപ്പ് വേണം. വേണ്ടേ? വേണം. അതിന് அந்த கப்பி வளர்த்து ആ പാപ്പന്റെ കടയും പയ്യന്റെ കുളവും ഞാൻ പൊളിച്ചു മാറ്റാൻ പോവാ. ഇപ്പൊ സർക്കാരിന്റെ തീരുമാനമാണ് മിസ്റ്റർ കൃഷ്ണൻ. രോഗിച്ചതും കൽപ്പിച്ചതും പണി ഞാൻ കൊടുക്കും സാറേ. അല്ല, അവർക്കൊരു കുറച്ച് സാവകാശം കൊടുത്താൽ അവന് ഗപ്പികളൊക്കെ വേറെ കുളത്തിലേക്ക് മാറാൻ എളുപ്പമാവില്ല. അപ്പൊ പിന്നെ എന്താ രസം? നമുക്കിപ്പൊ പോവാം സാർ. இந்த கான்வர்சேஷன் முடிஞ்சது இப்பதான் ஒரு கால் பண்ணியிருக்காரு. இவன் ஓடி வந்து வச்சிருக்கான். സമയെടുക്കും ലാലിച്ചനെ. എല്ലാവരും വിളിച്ച് അറിയിക്കണ്ടേ? എന്താ സാറേ ഇന്നങ്ങോട്ട് പോയില്ലേ? ഇല്ലടാ, ഒരു ചെറിയ പ്രശ്നമുണ്ടോ. എന്താ സാറേ? എന്തേ? ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നോക്കാൻ വേണ്ടി വന്നതാ. എന്താ പ്രശ്നം? நான் தோணினோட தான் ஃபர்ஸ்ட் டைம் இப்படி ஆன்டி கான்ஸ்டபிள் பார்க்குறேன் லைட்டாக. இவனுக்கு என்ன கட்டையெல்லாம் தூக்கிட்டு போறானுங்க? സാറേ കട പൊളിച്ചോ സാറേ? കുളം പൊളിക്കല്ലേ സാറേ? എന്തായാലും കുറച്ച് സമയം കൂടെ കൊടുക്കും സാറേ, അവരത് മാറ്റിക്കോളും. டிரைவருக்கே இதாயிடுச்சுப்பா. பெரிய சம்பவம் நடக்கும் போது இப்ப அவனுக்கு இவங்க வந்து கெஞ்சணும்.
வளர்த்துக்கலாம் திரும்ப, அது பிரச்சனை இல்லை. அங்க இருக்க ஃபிஷ் எல்லாம் பாவம்ல. நல்ல தண்ணிகள் மட்டும்தான் இருக்கும் அதுங்க. அப்படியா? அப்புறம் எப்படி அது வந்து அவங்க நிறுத்திலாம் வச்சிருக்காங்க ஓடுற ஓடைய. மழை வரும்போது என்ன பண்ணுவீங்க கேட்டாங்கல்ல, அப்ப நாங்க பார்த்தப்போ சொன்னாங்க அப்ப வேற இடத்துல மாத்திருவாங்க. இப்படி இந்த தண்ணிலாம் இருக்காது அது. ஆமா, ஆக்சிஜன் பத்தாதோ? இல்ல சேத்துல இருக்காது பாது, சேத்து தண்ணில இருக்காது. இது மிங்கிள் ஆகிற இடமோ? அரை வழியிலே பாய் செத்து இருக்கும். இன்னொரு காஞ்ச வேக இருக்குல்ல, தண்ணியே இல்லை அங்க. சீ வாட்டர்ல இருக்காதோ? இது கலந்து போய் சீ வாட்டர் தான் போகுதுன்னு நினைக்கிறேன். ഇതേ ഒരു കോമഡി അഡ്വർടൈസ്മെന്റ്. കോമഡി കറക്റ്റാ. വെറും ഒരു 10 ലക്ഷം തൊട്ട് തീർക്കാം. ഇതാകുമ്പോഴത്തേക്ക് ഇമോഷണല ഒരു 8 ലക്ഷം രൂപക്ക് തീരും. അല്ല ഇവിടെ സിറിഞ്ചിമിക്കണല്ലേ? ആ അപ്പൊ ഒരു വയലൻസ് കൂടി പിടിച്ചാ പോരെ? ഒരു 12 lakhs പ്രൊഡക്ഷൻ കോസ്റ്റ് വരും. എന്റെ പൊളി പൊളിക്കും സാധനം വെച്ച്. അതെ ചങ്കുതികാരാ, എന്റെ ഇത്രയും കാശൊന്നും ഉണ്ടാവില്ല. ലോക്കൽ ചാനലിൽ കൊടുക്കാനാ. എടാ പിന്നെ വല്ല ലോക്കൽസ് വിളിച്ചാ പോരെ? എനിക്ക് ഫ്രെയിം ഒക്കെ തന്നെ 1 ലക്ഷം രൂപ. അപ്പൊ ഇത് ലോക്കലല്ലേ പണി? ആയിരുന്നു. ജോസഫേട്ടാ, ഞാൻ തന്ന അഡ്വാൻസിൽ ഒരു 10,000 രൂപ തിരിച്ചു വേണം, അത്യാവശ്യം. എന്തുട്ടക്കടാവിയത്? നീ പെട്ടെന്ന് വന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ എടുത്തിട്ട് വരാം? നീ എന്തുട്ടാ ഇങ്ങനെ കാശ് തരൂലേ? ഒരു 500. ആ என்ன பண்ண போறாங்க? അതൊരു വലിയ കഥയാണ്. കഥയാണോ? എനിക്ക് പറ സിനിമ പറ്റിയാണെങ്കിലേ ആടുക്കൂട്ടാ. ചേച്ചി, ഈ വെണ്ട സാബു നീ ചെറിയ ചെക്കനാണല്ലോടാ. എന്താ കോള്? അല്ല ഒന്നുമില്ല. ദാ അങ്ങോട്ട് പോ. ஐயோ, அடியாள்கிட்ட போறான் போல. തന്ന കാശിനുള്ള പണി ഞങ്ങൾ ചെയ്യും. അവനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ അറിയിച്ചാൽ മതി. പൊയ്ക്കോ. நிறுத்த மாட்டான் போல இவனும். പാലം പണി തീരുന്ന ദിവസം അടിക്കാൻ ഞാൻ മാറ്റി വെച്ചിരുന്ന ഈ സ്കോച്ച് ഞാൻ ഇപ്പൊ പൊട്ടിക്കണമെങ്കിൽ അതെനിക്ക് അത്രമാത്രം സന്തോഷമുള്ളതുകൊണ്ടാണെന്ന് തനിക്ക് മനസ്സിലാവില്ല മോനെ കൃഷ്ണ. മോനോ? ചില സിനിമയിലെ പോലെ എനിക്ക് തോന്നുന്നു, ഒരു നായകനും ഒരു വില്ലൻ, നായകനും വില്ലനും ഫുൾ ഫൈറ്റാണ്, അവസാനം നമ്മൾ ജയിക്കുന്നു. സാറിന് വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ സിനിമയിൽ നിങ്ങൾ നായകനാണോ അതോ വില്ലനാണോ? വേണ്ടാത്ത സമയത്ത് ഇങ്ങനെ ഓരോ ഡയലോഗ് കയറി വരും. എടോ, ആ ചെറുക്കന് എന്റെ മാളൂനേക്കാൾ ഒരു 4-5 വയസ്സല്ലേ കൂടുതൽ കാണുള്ളൂ. ആ സാറേ, അന്ന് ഞാനൊരു മുടങ്ങിക്കിടക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യം പറഞ്ഞില്ല. അതിന്റെ പണി തീർക്കാനുള്ള ഒരു എസ്റ്റിമേറ്റ് ഇട്ടൊരു പ്രപ്പോസൽ തരൂ. നിങ്ങളാകുമ്പോഴത്തേക്ക് ഫണ്ട് സാങ്ഷൻ ആക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഞാൻ ചെയ്തു തരാം, പക്ഷെ കെട്ടിടം പണി തരാൻ പറയരുത്. അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ തീർത്തോളാം. എങ്കിൽ ഞാൻ ചെയ്യാം. ആ ഓനച്ചിനും ലാലിച്ചിനൊന്നും വിളിച്ചില്ലേ? അവരൊന്നും ഇനി വരില്ല സാറേ, എല്ലാവർക്കും ആകെ വിഷമായിട്ടിരിക്കുക. ഓ, അപ്പൊ വില്ലൻ ഞാനാണ് അല്ലേ? இப்பதான் தெரியும். കേട്ടോ, പോസ്റ്റ് ആവണ്ട, ഞാൻ ലേറ്റ് ആവും. இவ்வளவு நாள் ஒரு ஹீரோ நடிச்சாரோ? அவங்க 2 பேர்ல யாருமே ஹீரோ இல்ல. கரெக்ட் தான், பட் இருந்தாலும் சின்ன பசங்கன்னா ஒரு மெச்சூரிட்டி இருக்காது. அவங்க அளவுக்கு இவர் இறங்கி சிறப்புலத்தனமா பண்றாருல்ல.
அப்படி பார்த்தா இவனை அம்மாவுக்கு வீல் சேர் வாங்கணும்னு சொல்லிட்டு இருந்தான்ல, அதோட எல்லாம் இருந்திருக்கணும். ஃபர்ஸ்ட் ஆரம்பிச்சது இவனே கிடையாதுப்பா. அந்த டீ சரியா போடலன்னு ஏதோ ஆரம்பிச்சதே துவைனதான். ഇത് തന്നെയാണോ? ആ ഇത് തന്നെ സാർ. ഞാൻ നോക്കിട്ട് വരാം. സാറേ ഞാൻ ഒന്ന് റീചാർജ് ചെയ്തിട്ട്. ആ ஐயோ தனியா போறாரோ. ഹലോ സാർ. എന്തൊരു മോശം കൺസ്ട്രക്ഷൻ ആണോ? ഒരു പാർട്ടിക്ക് വേണ്ടിട്ടായിരുന്നു സാറേ. ഒരു പ്ലാനിങ്ങും ഇല്ല. ரைட்டு. അയ്യോ സാർ, ഞാനും കൂടെ വരായിരുന്നല്ലോ. ഏയ് ഞാൻ വെറുതെ ടൗണിൽ പോകുന്ന വഴിക്കൊന്ന് കയറിയതാ. ഡ്രൈവറാ പറഞ്ഞത് ഇതാ കെട്ടിടമൊന്നും. ഇതൊരു മാതിരി പ്രേതാലയം പോലെ ഉണ്ടല്ലോ. ഏതായാലും ഞാൻ നോക്കട്ടെ. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. വെണ്ട സാബു. ആരാ? വെണ്ട സാബു. വെണ്ട സാബു. അതെ. ആ എന്തു വേണം? ഒരു കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നതാ. കൊട്ടേഷൻ? എന്ത് കൊട്ടേഷൻ? നിങ്ങളുടെ കൈയും കാലും തല്ലി ഓടിക്കാൻ. എത്രയും വേഗം ഇവിടുന്ന് പൊയ്ക്കോണം, ഇല്ലെങ്കിൽ அடி வாங்க போறான்னு நினைக்கிறேன். ஐயோ കമ്പി വീണതാ. இவன் மயக்கம் அடைஞ்சு இழுத்தான்பா. இவன் ஏன் இங்க வந்து பாத்துக்கிட்டு இருக்கான்? மாட்ட போறான். ബോധമില്ലാത്തതിനെ തല്ലിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ബോധം വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇനി തല്ലരുത്, ഞാൻ പൊയ്ക്കോളാം. എനിക്ക് നാളെ മറ്റന്നാളും വേറെ വർക്കുള്ളതാ. ഒക്കോ, നിന്നെ വിട്ടതാരാന്ന് എനിക്കറിയാം. ഉദ്ദേശിക്കുന്ന ആളല്ലേ എന്നെ വിട്ടത്. പനിയായി പോയി, ഇല്ലേ കാണിച്ചു തരായിരുന്നു. இவனே வந்து மாட்ட போறான் போல. ஐயோ ஐயோ என்ன குத்திட்டு போயிட்டானா? இது கொஞ்சம் டூ மச் எஸ்கலேஷன் ஆயிடுச்சே. நீ போய் காப்பாத்திடுறா. அந்த அளவுக்கு ஒன்றும் அடிச்சிடறா நீ. எப்படி இப்படி ஆச்சு? அவன் தான் குத்திட்டு ஓடிட்டான். எதுக்கு? இவன் அடிச்சதுனாலயா இல்ல அவன் காசு கொடுத்ததுனாலயும் தெரியல. எப்படி அங்க வந்தா டவுட் வரும்ல. அவன் தான் சொல்லிட்டானே உன்னை அமிச்சது யாருன்னு எனக்கு தெரியும்னு. அவனுக்கு டவுட்லாம் இல்லை, கன்ஃபார்மா அவன் தான் அமிச்சிருக்கான்னு தெரிஞ்சிருச்சு. ഹലോ ബാണു, ഹലോ. പേടിക്കാനൊന്നുമില്ല, 2-3 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സർ പ്ലീസ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ സാർ. ഇത് ചെയ്താലും ഞാൻ കണ്ടില്ല. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല സർ. സഹകരിക്കും. അതിനെനിക്ക് പരാതി ഇല്ലല്ലോ സാർ. ശരി സർ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കൊന്ന് അന്വേഷിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. ശരിക്കും സാർ ആളിനെ കണ്ടില്ലേ? ആ ഇവിടെ ആയിരുന്നു. நல்லா இருக்கு இந்த ஷாட்ல. എഞ്ചിനീയർ പള്ളക്കിട്ടാരെ കുത്തി ആരാണെന്നറിയില്ല. അയാൾക്ക് വല്ലതും പറ്റിയോ? ചത്തില്ല. ഹോസ്പിറ്റലിൽ പെരുന്നാളിന്റെ ആളാ. പോലീസും പട്ടാളും. പട്ടാളോ? അത് ഞാനൊരു ഗുമ്പിന് പറഞ്ഞ. നീ എന്താ ഇവിടെ പേടിച്ചിരിക്കുന്നത്? എടാ വെണ്ട. വെണ്ടയൊന്നല്ലേ ഇത്, ഞാൻ വെണ്ടയെ വിളിച്ചാണ്. കുന്തം ഞാൻ എന്റെ കണ്ണുകൊണ്ടാ വെണ്ട കുത്തിയിട്ടിറങ്ങി പോകുന്നത്. അപ്പൊ വെണ്ട എന്നോട് നുണ പറഞ്ഞാണോ? കൊട്ടേഷൻ പണി നടത്തുന്ന വെണ്ടയ്ക്ക് നിന്നോട് നുണ പറയാനാണോ പാട്? അത് ശരിയാണല്ലോ. പോലീസ് ചോദിച്ചപ്പോ കുത്തിയാളെ കണ്ടില്ലെന്ന് അയാൾ പറഞ്ഞു. വയറ്റി കുത്തിയാളെ കണ്ടില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? പോലീസിന് വിശ്വാസം വന്നില്ല. എന്നിട്ടും അയാളൊന്നും പറഞ്ഞില്ലെന്നാ ഓരച്ചൻ പറഞ്ഞു. വെണ്ട മൊത്തൊരു തുണി പോലും ചുറ്റാതെ വന്നത്. അവൻ പറഞ്ഞ ഞാനും കുടുങ്ങും. അപ്പൊ വെണ്ടയ്ക്ക് നിന്റെ പേരറിയോ? എന്തിനാ പേര്? ഒരു പയ്യനാന്ന് പറഞ്ഞാ പോരെ? എല്ലാവർക്കും മനസ്സിലാവും ഞാനാന്ന്. ஆமா. ഇനിയിപ്പോ അയാൾക്ക് പരാതിയില്ലാന്ന് പറഞ്ഞത് നിനക്ക് തിരിച്ചു പണി തരാനാണെങ്കിലോ? എങ്ങനെ? നിന്നെ തിരിച്ചു കുത്താനാണെങ്കിലോ? നീ തളരല്ലേ? ഞാനില്ലേ? ഇല്ലെന്ന് പറയൂ. നിന്റെ അമ്മ അന്വേഷിക്കുന്നുണ്ട്. വേഗം വിട്ടോ. നീ അത് വിട്. അമ്മേ കുളിക്കണ്ടേ? വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, നീ അന്നെടുത്ത് വെക്കേ. അമ്മ എന്തിനാ ചൂടാക്കിയത്? ഞാൻ വന്നിട്ട് ചൂടാക്കുന്നില്ലേ? നീ എന്നെ ഒന്ന് കുളിമുറിയിലേക്ക് എത്തിക്കേ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇപ്പൊ തന്നെ 3-4 മണിക്കൂർ താമസിച്ചു. ഇനിയും താമസിച്ചാ വല്ല അസുഖം പിടിക്കുമെന്ന് പേടിച്ചിട്ടാ. ഞാൻ പോയി തോർത്തെടുത്തിട്ട് വരാം. இவங்க ஏன் அவ்வளோ சோகமாக இருக்காங்க? ஓ
இப்போ அன்னைக்கு அவன் பார்த்துட்டாங்க போல. எல்லா பக்கமும் அவனுக்கு அட்டாக் நினைக்கிறேன். നീ പോയി കഞ്ഞി കുടിക്കും. ഉച്ചക്കൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കുളിച്ചോളാം. ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം. தப்பா போயிடுச்சு. അമ്മേ, ഞാനത് വായിച്ചില്ല അമ്മേ. തുറന്നു പോലും നോക്കിയില്ല. പാപ്പോയി തന്നതാ. ഞാനത് എപ്പോഴേ കടലിൽ കളഞ്ഞു. ഇനി ഒരിക്കലും ചെയ്യില്ല അമ്മേ. അമ്മേ, அவங்களுக்கு தான் குண்டா அடிச்சு தானே சொத்தம் கேட்கும். இல்ல முழிச்சிட்டு தான் இருக்கேன். ഇതൊക്കെ തെറ്റാണെന്ന് കാണിക്കാനാ. അത് സാരമില്ല. ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ തെറ്റുകൾ പറ്റും. അതങ്ങ് ക്ഷമിക്കണം. கட்சி வேணுமா? കള്ളത്തരത്തെ ഇറങ്ങുമ്പോ കൂർക്കം വലിക്കാൻ മറക്കല്ലേട്ടോ അമ്മേ. ஐயோ, என்ன சொன்னா? தூங்குற மாதிரி நடிக்கும் பொழுது கொட்டாவி விடுறது மறக்காதீங்கன்றான். ഞാൻ കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞപ്പോ നിനക്ക് വിഷമായോ? വിഷമായോന്നോ? ഞാൻ ആ കടാപ്പുറത്തോടി പാടി പാടി കുറച്ചേരം സുഖമായിട്ട് കിടന്നുറങ്ങി. എനിക്ക് ഉറക്കം വരുന്നില്ലടാ. എന്താ? നീ കുളിപ്പിക്കാത്ത കാരണം ഞാൻ ഇന്ന് കുളിച്ചില്ല. രാവിലെയും കുളിച്ചില്ലേ? ഇല്ല, നീ പോയ ശേഷം ഞാനിങ്ങ് പോന്നു. വൈകുന്നേരവും കുളിച്ചില്ല. ചൊറിയുന്നില്ല ദേഹം മുഴുക്കെ. ഇച്ചിരി വെള്ളം എടുത്ത് വെക്കടുപ്പില്. ഞാൻ കുളിച്ചിട്ട് കിടന്നോളാം. அவன் ஆக்டிங் போடுறானா? அவன் உப்பு காத்தா இருக்குமா உங்களுக்கு? ஆமா. കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? എന്തു പറ്റി? പിന്നെ പണ്ട് നല്ല പുഷ്പിച്ചായിരുന്നല്ലോ ഇരുന്നത്. കോമഡി പറയണ്ട, വാ പോയി കിടന്നുറങ്ങാം. ഞാൻ ചുമ്മാ പറഞ്ഞ സാർ ദേഷ്യപ്പെടണ്ട. Thank you for watching part 2. நம்ம part 3ல சந்திப்போம். Bye bye.